അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വീട്ടിൽ പുതുതായിട്ട് പശുവിനെ മേടിച്ചത് അവർ. അപ്പോൾ അത് പ്രസവിച്ചു. അപ്പോൾ ഇതൊരു പെൺകുട്ടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ അകിട് നല്ല നീരുണ്ട്. അപ്പോൾ നീര് പോവാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ട് ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്. അപ്പോൾ അവർ 12 മണിക്ക് ശേഷമാണ് പ്രസവിച്ചത്. നോക്കുമ്പോൾ നല്ല കല്ലപ്പുണ്ട്. എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോയപ്പോൾ നല്ല കല്ലപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചപ്പോൾ ഞാനൊരു നാടൻ വിദ്യയാണ് അവർക്ക് പറഞ്ഞു കൊടുത്തത്. അത് ഞങ്ങളിവിടെ പെരു എന്ന് പറയും, പെരുവിൻ്റെ ഇലയാണ്. അപ്പോൾ അത് നന്നായിട്ട് നല്ല എരിവൊന്നുമില്ലാത്ത അമ്മിയൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ട് അതുമേ നന്നായി നൈസാക്കിയിട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കുക. എന്നിട്ട് അത് നമ്മുടെ അകിടിൽ നന്നായി തേച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നീർക്കെട്ട് മാറി കിട്ടൂട്ടാ. ഇത് ഞാനൊരു വേറെ കർഷകനോട് പറഞ്ഞതാണ്. അപ്പം ഞാൻ എൻ്റെ പശു പ്രസവിച്ച സമയത്ത് ഞാനിത് പരീക്ഷിച്ചപ്പോൾ നല്ല റിസൾട്ടായിരുന്നു. അപ്പം ഞാനിപ്പോൾ ഇത് അവരോടും കൂടി പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഇതുപോലെ പുതുതായിട്ടൊക്കെ പശുവിനെയൊക്കെ എടുത്തിട്ട്, അല്ലെങ്കിൽ പശു എരുമയോ എന്തായാലും എടുത്തിട്ട് ഇങ്ങനെ നീർക്കെട്ടിൻ്റെ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഇല ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇതാകുമ്പോൾ യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും ഇല്ല, ഒരു തരത്തിലുള്ള പ്രശ്നവും ഇല്ല. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പെരുവിൻ്റെ ഇല ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ പെരുവിൻ്റെ ഇല. ഇതിലൊരു പൂക്കളൊക്കെ ഉണ്ടാവും, വെളുത്തിട്ടുള്ള പൂക്കൾ പലരും കണ്ടുണ്ടാവും. ഞങ്ങളുടെ ഇവിടെ പറയണ പേരാണ് പെരുന്ന്. ഇനി നിങ്ങളുടെ അവിടെയൊക്കെ എന്താണ് അതിൻ്റെ പേര് എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങളുടെ അവിടുത്തെ പേര് വ്യത്യസ്തമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. അതുപോലെ പൂത്ത് നിൽക്കൂട്ടാ. ഇതാണ് നമ്മുടെ നീർക്കെട്ടിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ എരുമയുടെ പശുവിൻ്റെ അകിടിൽ നീര് കൂടുതലുണ്ട്, നല്ല കല്ലപ്പായി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു ഐറ്റമാണ് ഇത്. അപ്പോൾ ഇതേപോലെ തന്നെ വേറൊരു ഇലയും കൂടി ഉണ്ട് കേട്ടോ. ഞങ്ങൾ തെറ്റിദ്ധരിച്ച് അത് ഉപയോഗിക്കരുത്. ഇത് നന്നായിട്ട് നമ്മൾ അരച്ച് ഇട്ട് കൊടുക്കേണ്ടതാണ്. ഇത് നമ്മൾ ഉദ്ദേശിച്ച ഇലയല്ല. ഞങ്ങളുടെ ഇവിടെ പൊടിയനി എന്ന് പറയും, പലയിടത്തും പല പേരാണ്. അപ്പോൾ അത് പെട്ടെന്ന് തെറ്റിദ്ധരിക്കരുത്. അതാണ് ഞാൻ ഈ ഫ്ലവറുള്ളത് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തന്നേട്ടാ. ഇതാണ് ഐറ്റം. കണ്ടില്ലേ, ഈ ഫ്ലവറുള്ള ഇത് ഏത് നേരം ഫ്ലവർ ചെയ്യില്ല, ഇത് സീസണാണെന്നുണ്ട്. കണ്ടാ, ഇതുപോലെ ഫ്ലവർ ചെയ്ത് നിൽക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പേര് എന്ന് പറയും, ഇനി മറ്റുള്ളടത്ത് എന്താ പേര് എന്നുള്ളത് അറിയില്ല. ഇപ്പം നമ്മുടെ പോത്തിന് കുളമ്പ് രോഗത്തിനുള്ള കുത്തിവെപ്പൊക്കെ നടത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ ഈ ഏരിയയിൽ ഒരു കുളമ്പ് രോഗം സ്ഥിരീകരിച്ചു എന്ന് പറഞ്ഞിട്ട് അവർ ശനിയാഴ്ചയും ഞായറാഴ്ചയും എല്ലാ ദിവസവും ഡോക്ടർമാർ എല്ലായിടത്തും നടന്നിട്ട് കുത്തിവെപ്പ് നടത്തുന്നുണ്ട്. അപ്പോൾ ആ കുത്തിവെപ്പ് നടത്തിയതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പോത്തിന് ചെറുതായിട്ട് പനിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഡോക്ടറെ ഒന്ന് വിളിച്ച് സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു 2 ദിവസം ഉണ്ടാവും ചെറുതായിട്ട് പനി, അപ്പോൾ അത് കാര്യമാക്കണ്ടാന്ന്. അപ്പോൾ ഈ 2 ദിവസത്തെ പനി കൊണ്ട് ആൾക്കൊരു ക്ഷീണമായി, അയവെട്ടലും കാര്യങ്ങളൊക്കെ ഒരു കുറവ് വന്നു. അപ്പോൾ ഒരു ഉഷാറ് കുറവുണ്ട്. അപ്പോൾ ഞാൻ പനീരെ ഗുളിക കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വളരെ ഹെവി ആയിട്ട് ഫുഡ് കൊടുക്കുന്ന ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കണത് നല്ലതാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ഒന്ന് ഫുഡിൻ്റെ കണ്ടീഷനൊക്കെ ഒന്ന് മാറ്റി പുല്ലിലേക്ക് ലൈറ്റായിട്ടുള്ള ഫുഡ് കൊടുക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒന്ന് ഉഷാറാവണവരേക്ക്. അപ്പോൾ ആണ്ടാ ഇപ്പം അതിൻ്റെ നിപ്പും നടപ്പൊക്കെ വളരെ സ്ലോ ആണ്. വളരെ ഹൈ എനർജിയിൽ നിന്നായിരുന്ന പോത്താണെങ്കിലും ഇപ്പോൾ വളരെ ശാന്ത സ്വഭാവമാണ്. ഇപ്പോൾ ഏത് കുട്ടികൾക്കും ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ ഇത് നിൽക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും ഒരു തമാശ കളിയാണ് പോത്തിൻ്റെ അടുത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ. ഒന്നും ചെയ്യണില്ല. കാരണം ചെവി പിടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം പനിക്കണത്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഇതിൻ്റെ ബോഡിയുടെ ഹീറ്റും ചെവിമ പിടിച്ചു കഴിഞ്ഞാൽ ചെവിമ ഹീറ്റ് കുറവായിരിക്കണം ബോഡീനേക്കാളും. ഇത് ബോഡീനേക്കാട്ടും ഹീറ്റ് കൂടുതലുണ്ടെങ്കിൽ അത് അതിൻ്റെ കടഭാഗം അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അറിയാം. ബോഡീനേക്കാട്ടും കൂടുതൽ ടെമ്പറേച്ചർ ചെവിക്കുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പനിക്കുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. അപ്പോൾ ഇനി പനി ഉണ്ടോ എന്നുള്ളത് എങ്ങനെയാണെന്ന് അറിയാത്തവർക്ക് പിന്നെ മൊത്തത്തിലൊരു ക്ഷീണം കണ്ട അവർ ഭക്ഷണം എടുക്കണേലായാലും എല്ലാറ്റിലൊരു ക്ഷീണം ഉണ്ടാവും. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇവിടെ ചർമ്മമൊഴി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു 4 വീടപ്പുറത്ത് ചർമ്മമഴ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഇതൊക്കെ കാറ്റ് വഴിക്കൊക്കെ വരുന്നതാണ് നമ്മളോട് ഡോക്ടർ പറഞ്ഞത്.
അപ്പോൾ കുളമ്പ് രോഗമായാലും അങ്ങനെയാണ്. അപ്പോൾ അത് നമ്മളെല്ലാവരും വാക്സിൻ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിങ്ങനെ നമ്മുടെ ഇവിടുന്ന് ഈ രോഗം വിട്ടുമാറാതെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കന്നുകാലികളെ നമ്മൾ സുരക്ഷിതമാക്കുക, അതുപോലെ എല്ലാവരും ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ പല വീടുകളിൽ നിന്ന് വരുന്ന കന്നുകാലികളെ അടുത്ത് കെട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. കാരണം ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ പാടത്തൊക്കെ ഉണ്ടായി കെട്ടുന്നവരാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. കാരണം പല വീട്ടിലത്തെയും പോത്തുകൾ ഉണ്ടാവും, ഇപ്പോൾ ഫാമിലത്തെയൊക്കെ പോത്തായാലും പശു ആയാലും ഒക്കെ. അപ്പോൾ ഏതിനെങ്കിലും ഒരു എണ്ണത്തിനൊരു രോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് സ്പ്രെഡാവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ കർഷകനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഇത് വളരെയധികം നന്നായി വലുതായി കാണുക എന്നുള്ളത്. അപ്പോൾ അതും നമ്മുടെ ഒരു പ്രതീക്ഷയാണ്. അപ്പോൾ അത് അസ്തമിക്കാതിരിക്കട്ടെ. അപ്പോൾ അത് വളരെയധികം എല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ മറ്റു പശുവിനും ചെറിയ കുട്ടിക്കൊന്നും ചെയ്തിട്ടില്ല. കാരണം 4 മാസമായതിന് വേണ്ട എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ പശുവിനൊക്കെ കുത്തിവെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പശുവിൻ്റെ കുട്ടീനെയും കുത്തിവെച്ചിട്ടുണ്ട്. അത് കുളമ്പ് രോഗത്തിൻ്റെ കുത്തിവെപ്പ് കുഞ്ഞു കുട്ടിക്കില്ല, മറ്റവർക്ക് 2 പേർക്കുമാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമ്മുടെ മറ്റേ പ്രസവത്തിനുള്ള കുത്തിവെപ്പ് നമ്മുടെ വെച്ചൂരിൻ്റെ കുട്ടിക്കും കൂടിയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുത്തിവെച്ചിട്ട് ഇപ്പോൾ 2-3 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ ആൾ ഉഷാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലുള്ള വളർച്ചയും കാര്യങ്ങളായെന്ന് ഡോക്ടർ പറഞ്ഞിട്ട് 2-3 ഹീറ്റ് സ്കിപ്പ് ചെയ്തതിന് ശേഷമാണ് നമ്മളിപ്പോൾ അതിനെ കുത്തിവെച്ചുള്ളത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്നും പറയാറായിട്ടില്ല, എന്നാലും കുത്തിവെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾക്കൊരു ഉപകാരമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.